മനസ്സ് തുറന്ന് സംസാരിക്കുന്നവരുടെ ഉള്ളിൽ കള്ളമുണ്ടാവില്ല. അതുപോലെ അവർക്ക് ആരുടെ മുന്നിലും ഒരു വിലയും ഉണ്ടാവില്ല. ഇങ്ങനെ ആത്മാർത്ഥത കൂടിപ്പോയവരാണ് ജീവിതത്തിൽ എന്നും ഒറ്റപ്പെട്ടു പോയത്. സ്നേഹം ഒരു അനുഭവമാണ്. അകലും തോറും ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്ന് നമ്മളെ മനസ്സിലാക്കി തരുന്ന ഒരു തിരിച്ചറിവ്. കടന്നുപോയ സമയങ്ങളെയും അനുഭവിച്ച കഷ്ടതകളെയും കുറിച്ച് വിഷമിക്കാതിരിക്കുക. പിന്നീടൊരിക്കൽ നമ്മൾ വിഷമിക്കാതിരിക്കാൻ വേണ്ടിയാണ് അവ നമ്മെ കടന്നുപോയത്. ആവശ്യങ്ങൾക്കായി പിറവിയെടുക്കുന്ന ബന്ധങ്ങൾ പാതി വഴിയിൽ നിലയ്ക്കും. ഹൃദയത്തിൽ നിന്ന് പിറവിയെടുക്കുന്ന ബന്ധങ്ങൾ ഹൃദയമിടിപ്പ് നിലയ്ക്കുന്നതുവരെ നിലനിൽക്കും. നമുക്ക് സ്നേഹിക്കാൻ അറിഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ സ്നേഹിക്കാൻ അറിയുന്ന കൈകളിൽ എത്തുമ്പോഴാണ് സ്നേഹം എന്ന വാക്കിന് അർത്ഥമുണ്ടാകുന്നത്. കള്ളങ്ങൾ പറഞ്ഞ് സന്തോഷിക്കുന്നതിലും നല്ലത് സത്യം പറഞ്ഞ് കരയുന്നതാണ്. കാരണം കള്ളങ്ങളൊക്കെ ഒരു നാൾ മറം നീക്കി പുറത്തു വരും. കള്ളം കൊണ്ട് നേടിയതെല്ലാം നഷ്ടപ്പെടും. അതുകൊണ്ട് ബന്ധങ്ങളായാലും സൗഹൃദങ്ങളായാലും കള്ളങ്ങൾ കൊണ്ട് നേടാതെ സത്യത്തിൻ്റെ മാർഗത്തിൽ നേടാൻ ശ്രമിക്കുക. ഒരു കാർമേഘവും ഒരുപാട് കാലം നിലനിന്നിട്ടില്ല. ഒന്നുകിൽ പെയ്തൊഴിയും, അല്ലെങ്കിൽ സ്വയം ഇല്ലാതാവും. നമ്മുടെ പ്രശ്നങ്ങളുടെ കാലാവധിയും ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ 1000 ശരികൾ ആരും കണ്ടില്ലെങ്കിലും നിങ്ങൾ ചെയ്യുന്ന ഒരു തെറ്റ് എല്ലാവരും കാണും. അതാണ് ലോകം. നമ്മുടെ മനസ്സ് പെട്ടെന്ന് തകർക്കാൻ കഴിയുന്നത് നമ്മുടെ ശത്രുക്കൾക്കല്ല, മറിച്ച് നമ്മൾ സ്നേഹിക്കുന്നവർക്ക് തന്നെയാണ്. ജീവിതത്തിൽ ആകെ വിശ്വസിക്കാവുന്നത് കണ്ണാടിയെയും നിഴലിനെയും മാത്രമാണ്. കാരണം കണ്ണാടി കള്ളം പറയില്ല, നിഴൽ പിണങ്ങിപ്പോവില്ല. വേദനിപ്പിക്കാൻ എല്ലാവർക്കും കഴിയും. എന്നാൽ വേദനിക്കുന്നവർക്ക് അത് എത്ര ആഴത്തിൽ അനുഭവപ്പെടുമെന്നോ എങ്ങനെ ഉരുകിത്തീരുന്നുവെന്നോ മനസ്സിലാക്കാൻ കഴിയില്ല. സ്വന്തം സത്യത്തെ മുറുകെ പിടിക്കുന്നവർക്ക് 1000 ശത്രുക്കളുണ്ടാകും. മറ്റുള്ളവരുടെ നുണകൾക്കൊപ്പം സഞ്ചരിക്കുന്നവർക്ക് 1000 മിത്രങ്ങളുണ്ടാകും. സ്വന്തം ദുഃഖത്തിനിടയിലും അന്യൻ്റെ വേദന മനസ്സിലാക്കി പ്രവർത്തിക്കാൻ സാധിക്കുന്നവരാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പന്നർ. വേദനിക്കുന്നവൻ്റെ കണ്ണീർ ഒപ്പുന്നതിലും വലിയ പുണ്യം മറ്റൊന്നിലും കിട്ടില്ല. ഒരു വാക്കായാലും ഒരു പുഞ്ചിരിയായാലും പിന്നീടാകട്ടെ എന്ന് കരുതി മാറ്റി വയ്ക്കാതിരിക്കുക. പിന്നീട് കൊടുക്കാൻ നമ്മളോ വാങ്ങിക്കുവാൻ അവരോ ഉണ്ടായിരിക്കണമെന്നില്ല. ഉള്ളിലുള്ള കാര്യം അറിയാത്ത കാലത്തോളം പുറമേ നിന്ന് നോക്കുന്നവർക്ക് മനോഹരമാണ് മറ്റുള്ളവരുടെ ജീവിതം. കാലങ്ങൾ കടന്നു പോകുമ്പോൾ എല്ലാവരിലും മാറ്റങ്ങൾ സംഭവിക്കും. ഇന്ന് നമ്മളെ ചേർത്തു നിർത്തിയവർ നാളെ നമ്മളെ മാറ്റി നിർത്തിയേക്കാം. അവരുടെ മനസ്സിലെ മുൻഗണന മാറുമ്പോൾ നമ്മുടെ സ്ഥാനത്തിലും മാറ്റം വരാം. തോറ്റുപോകുന്നത് നാണക്കേടാണ് എന്ന ചിന്തയാണ് പലരെയും ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുന്നതിൽ നിന്ന് തന്നെ പിന്തിരിപ്പിക്കുന്നത്.